എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ചെടി നട്ടു. ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ അതിന് വെള്ളമൊഴിച്ചു. പക്ഷെ ഒരുപാട് പ്രകാശമേറ്റ് അതെന്നെ നോക്കി ചിരിച്ചു. പക്ഷേ അന്ന് പെയ്ത ആ പേമാരി അത് ക്ഷീണിച്ച അവശനെ പതുക്കെ പതുക്കെ അത് ക്ഷയിച്ചു തുടങ്ങി. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അതുകൊണ്ട് എല്ലാവരും എന്നെ കളിയാക്കി, അത് നശിച്ചു പോകുമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും എനിക്കതിൽ വിശ്വാസമുണ്ടായി. ഞാൻ വീണ്ടും പ്രതീക്ഷയോടെ അതിന് വെള്ളം വെച്ചു. ഒരു ദിവസം എൻ്റെ വിശ്വാസങ്ങളെല്ലാം ശരിവെച്ച് എന്നെ നെട്ടിച്ചുകൊണ്ട് അതിൽ ഊർജ്ജസ്വലനായ ഒരു ഇല വളർന്നു. ഒരു പക്ഷേ ചെടി പാതി വയൽ വെച്ച് വാടിപ്പോയേക്കാം. പക്ഷേ എൻ്റെ പ്രതീക്ഷ അവസാനിക്കാത്തോളം കാലം അത് തളിച്ചു വളരും. അതിൽ നിന്ന് വിരിയുന്ന ആദ്യ പുഷ്പം യാവർക്കും ഗന്ധം പകരും. എന്നാൽ ആ ഗന്ധം എന്നെ മാത്രം ആനന്ദിപ്പിക്കുന്ന, എനിക്ക് മാത്രം അവകാശപ്പെട്ട ഒരു സുഗന്ധമായി മാറും. അങ്ങനെ സൂപ്പർ കപ്പിന്റെ ഫൈനൽ അവസാനിച്ചു. ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി FC ഗോവ ഈ ഒരു ട്രോഫി വിൻ ചെയ്തു. സോ മത്സരമൊക്കെ ഡ്രോ ആയിരുന്നു. അങ്ങനെ അധിക സമയത്തിലോട്ട് മത്സരം നീങ്ങി. അധിക സമയത്തും ഡ്രോ ആയി. പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് മത്സരം എത്തി. സോ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെട്ടത്. എന്നാൽ ഈ വിജയത്തോടു കൂടി സൂപ്പർ കപ്പിലെ ഏറ്റവും കൂടുതൽ തവണ ട്രോഫി വിൻ ചെയ്ത ടീം എന്ന പേര് FC ഗോവ സ്വന്തമാക്കി. അങ്ങനെ സൂപ്പർ കപ്പ് ഇവിടെ അവസാനിച്ചു. പക്ഷെ ഇനി എന്തിനുള്ള ക്വസ്റ്റ്യൻ ഇപ്പോഴും ബാക്കിയാണ്. ഇനി എന്ന് ISL തുടങ്ങുമെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടുള്ള തീരുമാനം നമുക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ഇന്ത്യൻ സൂപ്പർ ലീഗായിട്ടും വലിയ ഹൈപ്പിലാണ് നമ്മളെ സൂപ്പർ ലീഗ് കേരള നടന്നു പോകുന്നത്. ഇപ്പൊ ഏകദേശം സെമി ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ നിലവിലെ എല്ലാ സീസണും കഴിയാനായിട്ട് നമ്മൾ ISL എന്ന് ആരംഭിക്കുന്ന കാര്യം ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. ഇത് നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിനെ വളരെ നല്ല രീതിക്ക് ബാധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇതിന് നമ്മൾ ഇനി എന്ത് പ്രതിഷേധിച്ചിട്ടും ഒരു കാര്യമില്ല. പിന്നെ ഈ ലീഗ് നടത്താൻ വിചാരിച്ച ആളുകൾ എന്താണ് വിചാരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. നമ്മൾ എന്ത് പ്രതികരിച്ചിട്ടും പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോകുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഓരോ മാസവും നമുക്ക് ഓരോ മീറ്റിംഗ് ആയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാലായിരിക്കും അത് കുറച്ചും കൂടി ബെറ്റർ ആവും. പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെയല്ല ഇത്തവണ സൂപ്പർ കപ്പ് നടന്നത്. ഇത്തവണ ഒരു വ്യത്യസ്തമായിട്ടുള്ള സൂപ്പർ കപ്പാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം ഇത്തവണ ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ കപ്പും ഒന്നും ഇല്ല. കാരണം ഇത്തവണ വ്യക്തിപരമായിട്ടുള്ള ഒരു പരിപാടി നടക്കില്ല. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ കപ്പും ഒന്നും കൊടുക്കുന്നില്ല. വെറും ഒരു ട്രോഫി മാത്രമാണ് ഫൈനൽ ടീമിന് കൊടുത്തിട്ടുള്ളത്. സോ ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാം സ്ഥാനത്ത് മറ്റാരുമല്ല, ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം പോൾഡോ ഒബിയാറ്റിയാണ്. എന്തായാലും ഇതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പൊ എന്തായാലും ISL നടക്കുമോ നടക്കില്ല എന്നൊക്കെ നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും അടുത്ത അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ബൈ.